ഹല്ലേലൂയ. പരിഹാര പ്രാർത്ഥന, നോമ്പുകാല പരിഹാര പ്രാർത്ഥന. ഇന്ന് 21-ാം ദിവസം കർത്താവ് വലിയ കരുണ നമ്മുടെ ജീവിതത്തിലേക്ക് ചൊരിയുക. കർത്താവ് ഗാഗുൽത്താ മലയിൽ വിലപിച്ചത് നമ്മുടെ ഓരോരുത്തരുടെയും വിടുതലിനും രക്ഷയ്ക്കും വേണ്ടിയാണ്. ആ വിലാപത്തിൻ്റെ മാറ്റിലി നീ കേൾക്കണം. കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുന്നു. ഗാഗുൽത്താ മലയിൽ നിന്നും വിലാപത്തിൻ മാറ്റൊലി കേൾപ്പൂ. ഏവമെന്നെ ക്രൂശിലേറ്റുവാൻ അപരാധം എന്തു ഞാൻ ചെയ്തു. കർത്താവേ, ഗാഗുൽത്താ മലയിൽ ഇന്നും വിലാപത്തിൻ്റെ മാറ്റൽ കേട്ടുകൊണ്ടിരിക്കുക. ഇന്ന് എൻ്റെ കുടുംബം തകർച്ചയിലാണ് കർത്താവേ. അവിടെ നിന്ന് ഞങ്ങളെ ഓർത്ത് കരയുക. കർത്താവിൻ്റെ പീഡാനുഭവത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ പ്രാർത്ഥിക്കണം. നിത്യനായ ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. പാപികളായ മനുഷ്യർക്ക് വേണ്ടി ജീവൻ ബലികഴിക്കാൻ തിരുമനസ്സായ കർത്താവെ, അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. സ്നേഹിക്കുന്നതിനു വേണ്ടി ജീവൻ ബലികഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് അങ്ങ് വിളിച്ചിട്ടുണ്ടല്ലോ. പീലാത്തോസിന്റെ ഭവനം മുതൽ കാൽവരി കുരിശ് വരെ അങ്ങ് സഹിച്ച വേദന അത്ര വലുതായിരുന്നു. കർത്താവെ, അനുഗ്രഹിക്കണമേ. കുരിശനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. നമുക്കൊന്നാം സ്ഥലം ധ്യാനിക്കാം. കർത്താവ് മരണത്തിന് വിധിക്കപ്പെടുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധി സ്തോത്രം ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. മനുഷ്യകുലത്തിൻ്റെ പാവപരിഹാരത്തിന് ബലി ആരംഭിച്ചു. ഈശോ പീലാത്തോസിന് മുമ്പിൽ നിൽക്കുന്നു. ചമ്മട്ടിയടിയേറ്റ ശരീരം, രക്തത്തിൽ ഒട്ടിപ്പിടിച്ച വസ്ത്രങ്ങൾ, തലയിൽ മുൻമുടി, ഉറക്കമഴിഞ്ഞ കണ്ണുകൾ, ക്ഷീണത്താൽ വിറയ്ക്കുന്ന കൈകാലുകൾ, ദാഹിച്ചവരുടെ നാവ്, ഉണങ്ങിയ ചുണ്ടുകൾ. പീലാത്തോസ് വിധിവാചം ഉച്ചരിക്കുന്നു. കുറ്റമില്ലാത്തവൻ കുറ്റക്കാരനായി വിധിക്കപ്പെട്ടു. എങ്കിലും അവിടുത്തെ ഇതെല്ലാം നിശബ്ദനായി സഹിക്കുന്നു. ദൈവമായ കർത്താവെ, അങ്ങ് കുറ്റമറ്റവനായിരുന്നിട്ടും കുരിശുമരണത്തിന് വിധിക്കപ്പെട്ടു. എന്നെ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുമ്പോഴും നിർദ്ദയമായി വിമർശിക്കുമ്പോഴും കുറ്റക്കാരനായി വിധിക്കുമ്പോഴും അതെല്ലാം അങ്ങയെപ്പോലെ സമചിത്തനായി സഹിക്കുവാൻ എന്നെ സഹായിക്കണമേ. കർത്താവെ, എൻ്റെ കുടുംബത്തിൽ കർത്താവ് കടന്നു വന്നിരിക്കുന്ന എല്ലാ പാപബന്ധനങ്ങളും, തലമുറകളിലൂടെ കടന്നു വന്നിരിക്കുന്ന ശാപത്തിൻ്റെ പാപത്തിൻ്റെ കെട്ടുകൾ അഴിക്കണമേ. ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവ കുഞ്ഞാടെ ഞങ്ങളോട് കരുണ തോന്നണം. കർത്താവെ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മാതാവേ, ക്രൂശനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. രണ്ടാം സ്ഥലം, ഈശോ മിശിഹാ കുരിശ് ചുമക്കുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധി സ്തോത്രം ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഭാരമേറിയ കുരിശിൻ ചുമന്നുകൊണ്ട് ഈശോ മുന്നോട്ട് നീങ്ങുന്നു. സ്നേഹിതന്മാരാരുമില്ല. യൂദാസ് അവിടുത്തെ ഒറ്റുകൊടുത്തു. പത്രോസ് അവിടുത്തെ പരിത്യജിച്ചു. മറ്റ് ശിഷ്യന്മാർ ഓടി ഒളിച്ചു. അവിടുത്തെ അത്ഭുത പ്രവർത്തികൾ കണ്ടവരും അവയുടെ ഫലം അനുഭവിച്ചവരിപ്പോഴെവിടെ? ഓശാന പാടി എതിരേറ്റവരും നിശ്ചിതരായിരിക്കും. ഈശോയെ സഹായിക്കുവാൻ, ഒരാശ്വാസ വാക്ക് പറയുവാൻ അവിടെ ആരുമില്ല. എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം കുരിശ് വഹിച്ചുകൊണ്ട് എൻ്റെ പിന്നാലെ വരട്ടെ എന്നരുൾ ചെയ്ത കർത്താവേ, എൻ്റെ ക്ലേശങ്ങളുടെയും ദുരിതത്തിൻ്റെയും സഹനത്തിൻ്റെയും പാപത്തിൻ്റെയും രോഗത്തിൻ്റെയും ശാപത്തിൻ്റെയും കുരിശുകൾ വഹിച്ചുകൊണ്ട് ഞാൻ അങ്ങേ അനുഗമിക്കും. കർത്താവേ, എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ തലമുറകളെയും അനുഗ്രഹിക്കണമേ. ലോകത്തിൻ്റെ പാപം നീക്കും ദൈവ കുഞ്ഞാടെ കരുണ തോന്നണം. കർത്താവെ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മാതാവേ, ക്രൂശനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ
എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. മൂന്നാം സ്ഥലം, ഈശോ മിശിഹ ഒന്നാം പ്രാവശ്യം വീഴുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധി സ്തോത്രം ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കല്ലുകൾ നിറഞ്ഞ വഴി, ക്ഷീണിച്ച ശരീരം, വിറയ്ക്കുന്ന കാലുകൾ, അവിടുന്ന് മുഖം കുത്തി നിരത്തി വീഴുന്നു. മുട്ടുകൾ പൊട്ടി രക്തമൊലിക്കുന്നു. യൂദന്മാർ അവിടുത്തെ പരിഹസിക്കുന്നു, പട്ടാളക്കളടിക്കുന്നു, ജനക്കൂട്ടം ആർപ്പുവിളിക്കുന്നു. ഞാൻ സഞ്ചരിക്കുന്ന വഴികളിൽ അവരെനിക്ക് കെണികൾ വെച്ചു. ഞാൻ വലത്തേക്ക് തിരിഞ്ഞു നോക്കി, എന്നെ അറിയുന്നവരാരുമില്ല. ഓടി വിളിക്കാൻ എനിക്കിടമില്ല, എന്നെ രക്ഷിക്കാൻ ആളുമില്ല. അവിടെ നമ്മുടെ ഭാരം ചുമക്കുന്നു, നമുക്ക് വേണ്ടി അവിടെ സഹിച്ചു. കർത്താവേ, അവിടെ നിന്ന് സഹിച്ചത് എനിക്ക് വേണ്ടിയാണ്, എൻ്റെ വിടുതലിന് വേണ്ടിയാണ്. കർത്താവേ, എനിക്ക് ഓരോ വീഴ്ച ഉണ്ടാകുമ്പോൾ, കുറവുകളുണ്ടാകുമ്പോൾ അങ്ങയുടെ സന്നിധിയിലേക്ക് വന്ന് പ്രാർത്ഥിക്കാം. എന്നെ സഹായിക്കണം. എൻ്റെ തലമുറകളിലൂടെ കടന്നു വന്നിരിക്കുന്ന പാപങ്ങളും പീഡകളും ഇന്ന് എന്നെ തകർക്കുന്നെങ്കിൽ ഈ നിമിഷം ഞാൻ പ്രാർത്ഥിക്കുന്നു. ലോകത്തിന് പാപം നീക്കുന്ന ദൈവ കുഞ്ഞാടെ ഞങ്ങളോടും ഞങ്ങളുടെ കുടുംബത്തോടും തലമുറയോടും കരുണ തോന്നണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മാതാവേ, ക്രൂശനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. നാലാം സ്ഥലം, ഈശോ മിശിഹ വഴി വെച്ച് തൻ്റെ മാതാവിനെ കാണുന്നു. ഈശോ മിശിഹായെ ഞങ്ങളങ്ങ് കുമ്പിട്ട് ആരാധി സ്തോത്രം ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കുരിശ് യാത്ര മുന്നോട്ട് നീങ്ങുന്നു. ഇടയ്ക്ക് സങ്കടകരമായൊരു കൂടിക്കാഴ്ച. അവിടുത്തെ മാതാവ് ഓടിയെത്തുന്നു. അവർ പരസ്പരം നോക്കി. കവിഞ്ഞൊഴുന്ന 4 കണ്ണുകൾ, വെങ്കിപ്പെടുന്ന 2 ഹൃദയങ്ങൾ. അമ്മയും മകനും സംസാരിക്കുന്നില്ല. മകൻ്റെ വേദന അമ്മയുടെ ഹൃദയം തകർക്കുന്നു. അമ്മയുടെ വേദന മകൻ്റെ ദുഃഖം വർദ്ധിപ്പിക്കുന്നു. 40-ാം ദിവസം ഉണ്ണിയെ ദേവാലയത്തിൽ കാഴ്ചവെച്ച സംഭവം മാതാവിൻ്റെ ഓർമ്മയിൽ വന്നു. നിന്റെ ഹൃദയത്തിൽ ഒരു വാൾ കടക്കുമെന്ന് പരിശുദ്ധനായ ശിമയോൻ എന്ന് പ്രവചിച്ചു. നിത്യനായ ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. കർത്താവേ, ഈ ലോകത്തിലെ നിസ്സാര സങ്കടങ്ങൾ, ദുരിതങ്ങൾ എനിക്ക് ചിലപ്പോൾ താങ്ങാൻ പറ്റുന്നില്ല. ദുഃഖസമുദ്രത്തിന് മുഴുകി ദൈവരക്ഷിതാവേ, സഹനത്തിൻ്റെ ഏകാന്ത നിമിഷങ്ങളിൽ ഞങ്ങളെ ആശ്വസിപ്പിക്കണം. സഹനമാണ് കർത്താവേ. പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുക. കണ്ണുനീരൊപ്പണം. കുടുംബത്തിൽ തകർന്ന തരിപ്പണമായ മാതാവിനെ പോലെ കണ്ണീരൊഴുകി ഞാൻ പ്രാർത്ഥിക്കുക. കർത്താവെ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മാതാവേ, ക്രൂശനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 5-ാം സ്ഥലം, ശിമയോൻ ഈശോയെ സഹായിക്കുന്നു. ഈശോ മിശിഹായെ ഞങ്ങളങ്ങേ കുമ്പിട്ട് ആരാധി സ്തോത്രം ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഈശോ വളരെയധികം തളർന്നു കഴിഞ്ഞു. ഇനി കുരിശോട് കൂടെ മുന്നോട്ട് നീങ്ങാൻ ശക്തനല്ല. അവിടുന്ന് വഴിയിൽ വെച്ച് തന്നെ മരിച്ചു പോയേക്കുമെന്ന് യൂദന്മാർ ഭയന്നു. അപ്പോൾ ശിമയോൻ എന്നൊരാൾ വയലിൽ നിന്ന് വരുന്നത് അവർ കണ്ടു. കിവറിയങ്കാരനായ മനുഷ്യൻ അലക്സാണ്ടറിൻ്റെയും റോപ്പോസിൻ്റെയും പിതാവായിരുന്നു. അവിടുത്തെ കുരിശ് ചുമക്കാൻ അവർ അയാളെ നിർബന്ധിച്ചു. അവർക്ക് ഈശോയോട് സഹതാപം തോന്നിയിട്ടല്ല, ജീവനോടെ അവിടുത്തെ കുരിശ് തിരക്കണമെന്ന് അവർ തീരുമാനിച്ചു. കരുണാനിധിയായ കർത്താവേ, ഈ സ്ഥിതിയിൽ ഞാൻ അങ്ങേ കണ്ടിരുന്നെങ്കിൽ എന്നെ തന്നെ വിസ്മരിച്ച് ഞാൻ അങ്ങേ സഹായിക്കുമായിരുന്നു. എന്നാൽ എൻ്റെ എളിയ സഹോദരന്മാർ ആർക്കെങ്കിലും നീ സഹായം ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണല്ലോ ചെയ്തത്. കർത്താവേ, എൻ്റെ കുടുംബത്തിൽ തലമുറകളിൽ മറ്റുള്ളവരെ സഹായിക്കേണ്ട സമയത്ത്, വേലക്കാർക്ക് കൂലി കൊടുക്കേണ്ട സമയത്ത് കൊടുക്കാതെയും വയറ് നിറച്ച് ഭക്ഷണം പോലും കൊടുക്കാത്ത അങ്ങനെ കഠിന ഹൃദയത്തോടെ ജീവിച്ച് മരിച്ച ഞങ്ങളുടെ തലമുറയെ ഓർക്കാണ് കർത്താവ്. അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള കണ്ണുനീര് ഞങ്ങളുടെ കുടുംബത്തിൽ തലമുറകളിൽ ലൂടെ ഞങ്ങളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കരുണ തോന്നണം. ലോകത്തിൻ്റെ പാപം മുഴുവൻ നീക്കിയ ദൈവ കുഞ്ഞാടെ ഞങ്ങളോട് കരുണ തോന്നണം. തലമുറയോട് കരുണ തോന്നണം. കർത്താവെ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ
ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ആറാം സ്ഥലം, വേറോനിക്ക ഈശോ മിശിഹായുടെ തിരുമുഖം തുടയ്ക്കുന്നു. ഈശോ മിശിഹായെ ഞങ്ങളങ്ങേ കുമ്പിട്ട് ആരാധിച്ച് സ്തോത്രം ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ ഞങ്ങൾ ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഭക്തയായ വേറോനിക്ക മിശിഹായെ കാണുന്നു. അവളുടെ ഹൃദയം സഹതാപത്താൽ നിറഞ്ഞു. അവൾക്ക് അവിടുത്തെ ആശ്വസിപ്പിക്കണം. പട്ടാളക്കാരുടെ മധ്യത്തിലൂടെ അവൾ ഈശോയെ സമീപിക്കുന്നു. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കൊള്ളട്ടെ, സ്നേഹം പ്രതിബന്ധം അറിയുന്നില്ല. പരമാർത്ഥ ഹൃദയർ അവിടുത്തെ കാണും. അങ്ങിൽ ശരണപ്പെടുന്നവരാരും നിരാശരാകുകയില്ല. അവൾ ഭക്തിപൂർവ്വം തന്നെ തുവാലയെടുത്ത് രക്തം പുരണ്ട മുഖം വിനയപൂർവ്വം തുടച്ചു. എന്നോട് സഹതപിക്കുന്നവരുണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ചു, ആരെയും കണ്ടില്ല. കർത്താവേ, വേറൊനിക്കെ പോലെ അങ്ങയെ ആശ്വസിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങ് പീഡാനുഭവത്തിനുമായ ദൈവത്തില എൻ്റെ ഹൃദയത്തിൽ പതിപ്പിക്കും. കർത്താവെ, വേദനിക്കുന്നവർക്ക്, ദുഃഖിക്കുന്നവർക്ക്, തകർന്നിരിക്കുന്നവർക്ക് ആശ്വാസമാകേണ്ട സമയത്ത് ഞാൻ മറുതിരിഞ്ഞ് നടന്ന നിമിഷങ്ങളുണ്ട്. എൻ്റെ കുടുംബത്തിൽ പലരും സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി അവരെൻ്റെ കണ്ണുനീർ കാണാതെ ആ കണ്ണുനീർ എൻ്റെ കുടുംബത്തിൽ ശാപമായി ഇന്ന് നിലനിൽക്കുന്നുണ്ടെങ്കിൽ കരുണ തോന്നണേ കർത്താവെ, ആ ശാപത്തിൻ്റെ കെട്ടുകൾ അഴിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ഏഴാം സ്ഥലം, ഈശോ മിശിഹ രണ്ടാം പ്രാവശ്യം വീഴുന്നു. ഈശോ മിശിഹായെ ഞങ്ങളങ്ങേ കുമ്പിട്ട് ആരാധിച്ച് സ്തോത്രം ചെയ്യും. എന്തുകൊണ്ടെന്നാൽ അവിടുന്ന് വിശുദ്ധ കുരിശിനാൽ ഞങ്ങളെ വീണ്ടും രക്ഷിച്ചു. ഈശോ ബലഹീനനായി വീണ്ടും നിലത്ത് വീഴുന്നു. മുറിവുകളിൽ നിന്ന് രക്തമൊഴുകുന്നു. ശരീരമായി വേദനിക്കുന്നു. ഞാൻ പുഴയിൽ വീണുപോയി. എൻ്റെ ആത്മാവ് ദുഃഖിച്ചു തളർന്നു. ചുറ്റുമുള്ളവർ പരിഹസിക്കുന്നു. അവിടുന്ന് അതൊന്നും ഗണ്യമാക്കുന്നില്ല. എൻ്റെ പിതാവ് എനിക്ക് തന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടതല്ലേ? പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാതെ മറ്റൊന്നും അവിടുന്ന് ആഗ്രഹിക്കുന്നില്ല. മനുഷ്യ പാപങ്ങളുടെ ഭാരമെല്ലാം ചുമന്ന മിശിഹായെ അങ്ങയെ ആശ്വസിപ്പിക്കുവാൻ ഞങ്ങൾ അങ്ങയെ സമീപിക്കുന്നു. അങ്ങയെ കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല. കർത്താവേ, ജീവിത ഭാരത്താൽ ഞങ്ങൾ തളർന്നു വീഴുന്നു. എഴുന്നേക്കാൻ കഴിയുന്നില്ല. ജീവിത ഭാരം, ദുഃഖം, തകർച്ചകൾ, കടബാധ്യത, ഞെരുക്കങ്ങൾ, എഴുന്നേക്കാൻ പറ്റാത്ത വിധത്തിൽ ഞങ്ങൾ വീണു പോവാണ്. കർത്താവ്, ഞങ്ങളെയും ഞങ്ങളുടെ തലമുറകളെയും അനുഗ്രഹിക്കണം. എല്ലാ കണ്ണീരും ഒപ്പണമേ കർത്താവേ. കർത്താവ് അനുഗ്രഹിക്കണമേ. പരിശുദ്ധമാതാവേ, ക്രൂശനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. എട്ടാം സ്ഥലം, ഈശോ മിശിഹ ഓസ്ട്രിയൻ നഗരത്തിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നു. ഈശോ മിശിഹായെ ഞങ്ങളങ്ങേ കുമ്പിട്ട് ആരാധിച്ച് സ്തോത്രം ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഓർസ്ലേത്തിലെ തെരുവുകൾ ശബ്ദായമാനമായി. പതിവില്ലാത്ത ബഹളം കേട്ട സ്ത്രീജനങ്ങൾ വഴിയിലേക്ക് വരുന്നു. അവർക്ക് സുപരിചിതനായ ഈശോ കൊലക്കളത്തിലേക്ക് നയിക്കപ്പെടുന്നു. അവിടുത്തെ പേരിൽ അവർക്ക് അനുകമ്പ തോന്നി. ഓശാന ഞായറാഴ്ചത്തെ ഘോഷയാത്ര അവരുടെ ഓർമ്മയിൽ വന്നു. സൈത്യം കൊമ്പുകളും ജൈവിളികളും. അവർ കണ്ണുനീർ വാർത്ത് കരഞ്ഞു. അവരുടെ സഹതാപ്രകടനം അവിടുത്തെ ആശ്വസിപ്പിച്ചു. അവിടുന്ന് അവരോട് പറയുന്നു, നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഓർത്ത് കരയുക. ഏതാനും വർഷങ്ങളിൽ ഓശ്രയം ആക്രമിക്കപ്പെടും. അവരോരോ കുട്ടികളും പട്ടിണി കിടന്ന് മരിക്കും. ആ സംഭവം അവിടുന്ന് പ്രവചിക്കുകയായി. എളിയവയുടെ സംഗീതമായ കർത്താവെ, ഞെരുക്കത്തിൻ്റെ കാലത്ത് ഞങ്ങൾ ആശ്വസിച്ച ദൈവമേ, അവിടുത്തെ ദാരുണമായ പീഡകളെ ഓർത്ത് ഞങ്ങൾ ദുഃഖിക്കുന്നു. അവർക്ക് കാരണമായ പാപങ്ങളെ ഓർത്ത് കരയുവാൻ ഞങ്ങളെ സഹായിക്കുന്നു. കർത്താവെ, പലപ്പോഴും ഞങ്ങൾക്ക് ഞങ്ങളുടെ പാപത്തെയോ ഞങ്ങളുടെ കുറവുകളെയോ കുറിച്ച് ഒരു ഓർമ്മയില്ല. ഇന്നെൻ്റെ കുടുംബം തകർന്ന് തരിപ്പണമായെങ്കിൽ എൻ്റെ പാപമാകാം, എൻ്റെ തലമുറകളുടെ പാപമാണ്. കർത്താവേ, കർത്താവേ, ഞങ്ങളെ ഞങ്ങളുടെ തലമുറകളോടും കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അനുഗ്രഹിക്കണമേ. മാതാവേ, ക്രൂശനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ഒമ്പതാം സ്ഥലം, ഈശോ മിശിഹ മൂന്നാം പ്രാവശ്യം വീഴുന്നു. ഈശോ മിശിഹായെ ഞങ്ങളങ്ങേ കുമ്പിട്ട് ആരാധിച്ച് സ്തോത്രം ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ ഞങ്ങൾ ലോകത്തെ വേണ്ടി രക്ഷിച്ചു. മുന്നോട്ട് നീങ്ങുവാൻ അവിടത്തേക്ക് ഇനി ശക്തിയില്ല. രക്തമെല്ലാം തയ്യാറായി. തല കറങ്ങുന്നു, ശരീരം വിറയ്ക്കുന്നു. അവിടുന്ന് താൻ നിലംപതിക്കും.
സ്വയം എഴുന്നേൽക്കാൻ ശക്തിയില്ല. ശത്രുക്കളെടുത്ത് വലിച്ചെഴുന്നേൽപ്പിക്കും. ബലി പൂർത്തിയാക്കാൻ ഇനി സമയമില്ല. അവിടെ നടക്കുവാൻ ശ്രമിക്കുന്നു. നീ പീഡിപ്പിക്കുന്ന ഈശോ ആകുന്ന ഞാൻ ശൗലിനോട് അരുളി ചെയ്ത വാക്കുകൾ ഇപ്പോൾ നമ്മെ നോക്കി അവിടുന്ന് ആവർത്തിക്കും. ലോകപാപങ്ങൾക്ക് പരിഹാരം ചെയ്ത കർത്താവേ, അങ്ങേ പീഡകളുടെ മുമ്പിൽ എൻ്റെ വേദന എത്ര നിസ്സാരമാണ്. എങ്കിലും ജീവിതഭാര നിമിത്തം പലപ്പോഴും ക്ഷീണിച്ചു പോകും. കർത്താവേ, എൻ്റെ ജീവിതഭാരം, ദുരിതം എന്നെ വിട്ടുപോകുന്നു. കരുണ തോന്നണ കർത്താവേ, കാരണം അറിയില്ല എനിക്ക്. തലമുറകളുടെ പാപങ്ങളാണെങ്കിൽ, ശാപങ്ങളാണെങ്കിൽ എന്നോടും എൻ്റെ കുടുംബത്തോട് കരുണ തോന്നണം. തകർച്ചയിൽ നിന്ന് കൈപിടിച്ചുയർത്തണം. എൻ്റെ കണ്ണുനീര് കർത്താവിൻ്റെ കാൽച്ചുവട്ടിലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. മോനിക്ക പുണ്യവതിയെ പോലെ തലമുറകളുടെ മേൽ കരുണ തോന്നണേ കർത്താവേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മാതാവേ, ക്രൂശനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 10-ാം സ്ഥലം, ദിവ്യരക്ഷകന്റെ വസ്ത്രങ്ങൾ ഒഴിഞ്ഞെടുക്കപ്പെടുന്നു. ഈശോ മിശിഹായെ, ഞങ്ങളങ്ങേ കുമ്പിട്ട് ആരാധിച്ച് സ്തോത്രം ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഗാഗുത്താലെത്തിയപ്പോൾ അവർ അവിടത്തേക്ക് മീറ കലർത്തി വീഞ്ഞു കൊടുത്തു. എന്നാൽ അവിടുന്ന് അത് സ്വീകരിച്ചില്ല. അവിടുത്തെ വസ്ത്രങ്ങൾ 4 ഭാഗിച്ച് ഓരോരുത്തരും ഓരോ ഭാഗം എടുക്കുകയും ചെയ്തു. മേലങ്കി തയ്യൽ കൂടാതെ നെയ്യപ്പെട്ടതായിരുന്നു. അത് ആർക്ക് ലഭിക്കണമെന്ന് ചിട്ടിയിട്ട് തീരുമാനിക്കാം എന്നവർ പരസ്പരം പറഞ്ഞു. എൻ്റെ വസ്ത്രങ്ങൾ അവർ ഭാഗിച്ചെടുത്ത് എൻ്റെ മേലങ്കി വേണ്ടി ചുറ്റുവിട്ടു എന്നുള്ള തിരുവെഴുത്ത് അങ്ങനെ അന്വർത്ഥമായി. രക്തത്തിൽ ഒട്ടിപ്പിടിച്ചിരുന്ന വസ്ത്രങ്ങൾ ഒഴിഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ദുസ്സഹമായ വേദന അനുഭവിച്ച മിശിഹായെ, പാപം നിറഞ്ഞ് പഴയ മനുഷ്യനെ ഒരിഞ്ഞു മാറ്റി അങ്ങേ ധരിക്കുവാൻ, മറ്റൊരു ക്രിസ്തുവായി തീരുവാൻ എന്നെ സഹായിക്കണം. എൻ്റെ ആസക്തി, കണ്ണുകൾ, ചിന്തകൾ, നാവ്, ജഡത്തിൻ്റെതായ എല്ലാ ആസക്തി, വ്യഭിചാരം, ഭക്ഷണാസക്തി, ശരീരത്തിൻ്റെ എല്ലാ പ്രവണതകളെയും ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്ന, കുടുംബത്തെ തകർക്കുന്ന, കുടുംബത്തിലെ ശാപത്തിൻ്റെ വേര് പാകുന്ന അശുദ്ധിയുടെ മേഖലകളെ വിശദീകരിക്കണമേ കർത്താവേ. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും തലമുറകളുടെയും വന്നുള്ള എല്ലാ പാപബന്ധനങ്ങളിൽ നിന്ന് ഞങ്ങളെ ശിക്ഷിക്കണമേ. ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദേവി കുഞ്ഞാടെ ഞങ്ങളോട് കരുണയായിരിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മാതാവേ, ക്രൂശനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 11-ാം സ്ഥലം, ഈശോ മിശിഹായെ കുരിശിൽ തറയ്ക്കും. ഈശോ മിശിഹായെ ഞങ്ങളങ്ങേ കുമ്പിട്ട് ആരാധിച്ച് സ്തോത്രം ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ഞങ്ങളെ വീണ്ടും രക്ഷിച്ചു. ഈശോയെ കുരിശിൽ കിടത്തി കൈകളിലും കാലുകളിലും ആണി തറയ്ക്കും. ആണിപ്പഴുതുകളിലേക്ക് കൈകാലുകൾ വലിച്ചു നീട്ടുന്നു. ഉഗ്രമായ വേദന, മനുഷ്യൻ സങ്കല്പിക്കാൻ കഴിയാത്ത വിധം ദുസ്സഹമായ പീഡകൾ. എങ്കിലും അവിടുത്തെ അധരങ്ങളിൽ പരാതിയില്ല, കണ്ണുകൾ നൈരാശ്യമില്ല. പിതാവിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകരക്ഷകനായ കർത്താവെ, സ്നേഹത്തിൻ്റെ സന്ദേശമായി വന്ന അങ്ങേ ലോകം കുരിശിൽ തറച്ചു. അങ്ങ് ലോകത്തിൽ നിന്നല്ലാതെ നിന്നാൽ ലോകം അങ്ങേ ദ്വേഷിച്ചു. യജമാനേക്കാൾ വലിപ്പത്തിൽ നിന്ന് അങ്ങ് അരുളിച്ചു നിന്നത്. അങ്ങയെ പീഡിപ്പിച്ചവർ ഞങ്ങളെ പീഡിപ്പിക്കും. അങ്ങയോടുകൂടി കുരിശിൽ തറയ്ക്കപ്പെടുവാനും ലോകത്തിന് മരിച്ച് മറ്റൊരു ക്രിസ്തുവായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണം. ഈ ലോകം, അശുദ്ധിയുടെ ലോകത്ത് വിശുദ്ധിയോടെ ജീവിക്കണമെങ്കിൽ ദൈവകൃപ വേണം. ഈ ലോകത്തിൽ നീ വിശുദ്ധിയോടെ ജീവിച്ചാൽ തലമുറകൾ അനുഗ്രഹം പ്രാപിക്കും. തലമുറകൾ അനുഗ്രഹം പ്രാപിക്കും. കർത്താവേ, അങ്ങനെ ഈ ലോകത്തിൽ അശുദ്ധമായ ജീവിതം നയിച്ച് ഞാനോ എൻ്റെ കുടുംബത്തിലോ തലമുറകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ലോക പാപം നീക്കും ദൈവ കുഞ്ഞാടെ ഞങ്ങളോട് കരുണ തോന്നണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മാതാവേ, ക്രൂശനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 12-ാം സ്ഥലം, ഈശോ മിശിഹാ കുരിശിൽ തൂങ്ങി മരിക്കുന്നു. ഈശോ മിശിഹായെ ഞങ്ങളങ്ങേ കുമ്പിട്ട് ആരാധിച്ച് സ്തോത്രം ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. 2 കള്ളന്മാരുടെ നടുവിൽ അവിടുത്തെ അവർ കുരിശിൽ തറച്ചു. കുരിശിൽ കിടന്നുകൊണ്ട് അവിടുത്തെ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നല്ല കള്ളനെ ആശ്വസിപ്പിക്കുന്നു. മാതാവും
മറ്റ് സ്ത്രീകളും കരഞ്ഞുകൊണ്ട് കുരിശിന് താഴെ നിന്നിരുന്നു. ഇതാ നിന്റെ മകൻ അമ്മയോടും ഇതാ നിന്റെ അമ്മയെന്ന് യോഹന്നാനോടും അവിടുന്ന് അരുളി ചെയ്തു. 12 മണി സമയമായിരുന്നു. എൻ്റെ പിതാവേ, അങ്ങേ കൈകളിൽ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്ന അരുളി ചെയ്ത് അവിടുന്ന് മരിച്ചു. പെട്ടെന്ന് സൂര്യൻ ഇട്ടു. 3 മണി വരെ ഭൂമിയിലെങ്ങും അന്ധകാരമായിരുന്നു. ദേവാലയത്തിലെ തിരശ്ശീല നടുവേ കയറിപ്പോയി. ഭൂമി ഇളകി, പാറകൾ പിളർന്നു, പ്രേതാലയങ്ങൾ തുറക്കപ്പെട്ടു. ശതാധിപൻ ഇതെല്ലാം കണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഈ മനുഷ്യൻ യഥാർത്ഥത്തിൽ നീതിമാനായിരുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. കണ്ടു നിന്നവർ മാറത്തടിച്ചുകൊണ്ട് മടങ്ങിപ്പോയി. എനിക്കൊരു മാംസം മുങ്ങുവാനുണ്ട്, അത് പൂർത്തിയാകുന്നത് വരെ ഞാൻ അസ്വസ്ഥനാകുന്നു. കർത്താവെ, അങ്ങ് ആഗ്രഹിച്ച മാംസം അങ്ങ് മുങ്ങിക്കഴിഞ്ഞു. അങ്ങനത്തെ കരവിലി അങ്ങ് പൂർത്തിയാക്കി. എൻ്റെ വിലി ഒരിക്കൽ പൂർത്തിയാകും. ഞാൻ ഒരു ദിവസം മരിക്കും. അന്ന് അങ്ങയെപ്പോലെ ഇപ്രകാരം പ്രാർത്ഥിക്കുവാൻ എന്നെ സഹായിക്കണമേ. കർത്താവെ, എൻ്റെ എല്ലാ പാപങ്ങളും ഏറ്റെടുക്കണം. കർത്താവ്, തലമുറകളുടെ മേൽ കരുണ തോന്നണമേ. ലോകപാപം നീക്കുന്ന ദൈവ കുഞ്ഞാടെ ഞങ്ങളോടും ഞങ്ങളുടെ തലമുറയോടും കരുണ തോന്നണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മാതാവേ, ക്രൂശനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 13-ാം സ്ഥലം. ഈശോ മിശിഹായുടെ മൃതദേഹം മാതാവിൻ്റെ മടിയിൽ കിടന്നു. ഈശോ മിശിഹായെ ഞങ്ങളങ്ങേ കുമ്പിട്ട് ആരാധിച്ച് സ്തോത്രം ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. അന്ന് വെള്ളിയാഴ്ചയായി, പിറ്റേന്ന് ശാബതമാകും. അതുകൊണ്ട് ശരീരങ്ങൾ രാത്രി കുരിശ് കിടക്കാൻ പാടില്ലെന്ന് യൂതന്മാർ പറഞ്ഞു. എന്നാൽ ആ ശാബതം വലിയ ദിവസമായിരുന്നു. തന്മൂലം കുരിശ് തറയ്ക്കപ്പെട്ടിരിക്കുന്നവരുടെ കണങ്കാലുകൾ തറത്ത് ശരീരം താഴെ ഇറക്കണമെന്ന് അവർ പീലാത്തോസിനോട് ആവശ്യപ്പെട്ടു. ആകയാൽ പടയാളികൾ വന്ന് ഈശോയുടെ കൂടെ കുരിശ് തറയ്ക്കപ്പെട്ടിരുന്ന 2 പേരുടെയും കണങ്കാലുകൾ തറന്നു. ഈശോ പണ്ടേ മരിച്ചു കഴിഞ്ഞു എന്ന് കണ്ടിരുന്നാൽ അവിടുത്തെ കണങ്കാലുകൾ തകർത്തില്ല. എങ്കിലും പടയാളികൾ ഒരാൾ അവിടുത്തെ വിലാപ്പുറത്ത് കുത്തി. ഉടനെ അവിടുന്ന് രക്തവും വെള്ളം ഒഴുകി. അനന്തമായ പീഡകൾ സഹിച്ച മിശിഹായെ ഞങ്ങളോട് കരുണ തോന്നണം. ഈശോയുടെ വിറങ്ങലിച്ച ശരീരം പരിശുദ്ധമ്മയുടെ മടിയിൽ കിടത്തിയപ്പോൾ ആ അമ്മയുടെ ഹൃദയം വ്യാകുലതകളാൽ പിളർന്നില്ല. ദൈവമേ, ഇതുപോലെ ഈ ലോകത്തിൽ ഞാൻ ചെയ്ത ദൈവനിഷേധ പ്രവർത്തികളും ദൈവകൽപ്പനയുടെ ലംഘനങ്ങളും വചന ലംഘനങ്ങളും എല്ലാം അങ്ങേ വേദനിപ്പിച്ചു. കർത്താവെ, എൻ്റെ മേലും എൻ്റെ തലമുറകളുടെ മേലും കരുണ തോന്നണമേ. അവരുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ലോകത്തിലെ പാപം നീക്കും ദൈവ കുഞ്ഞാടെ ഞങ്ങളോട് കരുണ തോന്നണം. കർത്താവെ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 14-ാം സ്ഥലം. ഈശോ മിശിഹായുടെ മൃതദേഹം കല്ലറയിൽ സംസ്കരിക്കുന്നു. ഈശോ മിശിഹായെ ഞങ്ങളങ്ങേ കുമ്പിട്ട് ആരാധിച്ച് സ്തോത്രം ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വേണ്ടി രക്ഷിച്ചു. അനന്തരം പീലാത്തോസിൻ്റെ അനുവാദത്തോടെ റാംസാക്കാരനായ യോസേപ്പ് ഈശോയുടെ മൃതദേഹം ഏറ്റെടുത്തു. 100 രാത്രോളം സുഗന്ധക്കൂട്ടുകളുമായി നിക്കോദെമോസും അയാളോടൊപ്പം വന്നു. യൂദന്മാരുടെ ആചാരമനുസരിച്ച് കച്ചകളും പരിമള ദ്രവ്യങ്ങളുടെ ശരീരം പൊതിഞ്ഞു. ഈശോയെ കുരിശിൽ തറച്ചെടുത്ത് ഒരു തോട്ടവും അവിടെ പുതിയൊരു കല്ലറയുണ്ടായിരുന്നു. ശാബതം ആരംഭിച്ചതുകൊണ്ടും കല്ലറ എടുത്തായിരുന്നുകൊണ്ടും അവർ ഈശോയെ അവിടെ സംസ്കരിച്ചു. അങ്ങൻ്റെ ആത്മാവിനെ പാതാളത്തിൽ തള്ളുകയില്ല. അങ്ങേ പരിശുദ്ധൻ അഴിഞ്ഞു പോകാൻ അനുവദിക്കുകയില്ല. അനന്തമായ പീഡകൾ സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കായെ അങ്ങയോടുകൂടി മരിക്കുന്നവർ അങ്ങയോടുകൂടി ജീവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവെ, മാമോദീസായിലൂടെ ഞങ്ങളും അങ്ങയോടുകൂടെ സംസ്കരിക്കപ്പെട്ടിരിക്കുകയാണ്. രാവും പകലും അവിടുത്തെ പീഡാനുഭവത്തെ ചിന്തിച്ചുകൊണ്ട് പാപത്തിന് മരിച്ചവരായി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവെ, പാപത്തിന് മരിക്കണം, ഈ ലോകത്തിൽ വിശുദ്ധിയോടെ ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണം. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും തലമുറകളുടെയും പാപത്തിന് പരിഹാരം ചെയ്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകപാപങ്ങൾ നീക്കുന്ന ദൈവ കുഞ്ഞാടെ ഞങ്ങളുടെ മേലും തലമുറകളുടെ മേലും കരുണ തോന്നണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. നമുക്ക് ഈ പ്രാർത്ഥന സമാപിപ്പിക്കാം. എൻ്റെ എല്ലാ സങ്കടങ്ങളും സമർപ്പിക്കുക, എല്ലാ വേദനകളും സമർപ്പിക്കുക.
തലമുറകളെ 7 തലമുറകളെ സമർപ്പിക്കുക. അവർ ചൊരിഞ്ഞിട്ടുള്ള രക്തം, അവർ വീഴ്ത്തിയിട്ടുള്ള കണ്ണുനീർ, അവർ മൂലം മറ്റുള്ളവർ ചൊരിഞ്ഞ കണ്ണുനീർ, അവർ വന്നിട്ടുള്ള ശാപങ്ങൾ, അവർ മൂലം വന്നിട്ടുള്ള ശാപങ്ങൾ, ഞാൻ മൂലം വന്നിട്ടുള്ള പാപങ്ങൾ, അശുദ്ധി, മ്ലേച്ഛത, അവരോട് പറയാത്ത രഹസ്യ ദുഃഖങ്ങൾ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കും. എൻ്റെ കുടുംബത്തെ തകർക്കാൻ ഒരു വാളായി ഉയർന്നു നിൽക്കുന്ന എല്ലാ ശാപങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കും. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്നെ ഉപേക്ഷിക്കരുത്, തള്ളിക്കളയരുത്. തലമുറകളെ വിശദീകരിക്കണം. എല്ലാ തടസ്സം മാറി സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ട അഭിഷേകം, പരിശുദ്ധാത്മന്റെ കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കും. എല്ലാ കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാ കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.